നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. എല്ലാവരും കൂട്ടത്തോടെ ഇറാനെ തേച്ചു. അതാണ് ഇപ്പോഴത്തെ അവസ്ഥ. ഒരു വശത്ത് റഷ്യയും ചൈനയും പൂർണ്ണമായി ഇറാനെ കൈവിട്ടു. യുക്രൈനുമായുള്ള യുദ്ധത്തിൽ പലപ്പോഴും ഡ്രോണുകൾ നൽകി റഷ്യയെ സഹായിച്ച രാജ്യമാണ് ഇറാൻ. എന്നാൽ ഇപ്പോൾ അമേരിക്കൻ ഇസ്രായേൽ സഖ്യം ഇറാനെതിരെ പൊരുതുമ്പോൾ റഷ്യ കയ്യും കെട്ടി നോക്കി നിൽക്കുന്നു. ഒരു മധ്യസ്ഥൻ്റെ റോളിൽ പോലും ഇടപെടുന്നില്ല. ഇടയ്ക്ക് ഖത്തറിന് നേർക്ക് ഇറാൻ ആക്രമണം നടത്തിയപ്പോൾ അതിനെ അപലപിച്ചു. ഖമേനിയുടെ മരണശേഷം ഇറാൻ തികച്ചും ഒറ്റപ്പെട്ട അവസ്ഥയിലാണ്. റഷ്യയും ചൈനയും പൂർണ്ണമായും മേഖലയിൽ നിന്ന് വിട്ടു നിൽക്കുന്നു. ടെഹ്റാൻ തങ്ങളുടെ ആക്രമണങ്ങൾ മിഡിൽ ഈസ്റ്റിന് പുറത്തേക്ക് കൂടി വ്യാപിപ്പിച്ചു. എന്നാൽ റഷ്യയും ചൈനയും സ്വന്തം തന്ത്രപരമായ നേട്ടങ്ങൾക്ക് മാത്രമാണ് ഇപ്പോൾ സ്ഥാനം നൽകുന്നത്. ഒരു വശത്ത് തങ്ങളുടെ പരമോന്നത നേതാവ് നഷ്ടപ്പെട്ടു, മറുവശത്ത് തങ്ങളുടെ യുദ്ധതന്ത്രം നിരന്തരമായ യുഎസ് സമ്മർദ്ദങ്ങൾക്ക് മുന്നിൽ തകർന്നടിയുന്നു. പൂർണ്ണമായും ഇറാൻ ഇപ്പോൾ ഒറ്റയ്ക്കാണ്. അമേരിക്കൻ ഇസ്രായേൽ ആക്രമണങ്ങളെ അതിശക്തമായ നിലയിൽ തിരിച്ചടിച്ചുകൊണ്ടാണ് ആദ്യഘട്ടത്തിൽ ഇറാൻ തുടക്കമിട്ടത്. മിഡിൽ ഈസ്റ്റിന് പുറത്തേക്ക് സംഘർഷം വ്യാപിപ്പിക്കുകയായിരുന്നു ഇറാന്റെ ലക്ഷ്യം. ആഗോള ഊർജ്ജ വിപണികളിൽ പ്രതിധ്വനിക്കുന്ന കൂടുതൽ കരുത്തുറ്റ ആക്രമണങ്ങൾക്ക് ആദ്യഘട്ടത്തിൽ ഇറാൻ ശ്രമിച്ചു. വാഷിംഗ്ടൺ മുതൽ ബീജിംഗ് വരെയുള്ള തലസ്ഥാനങ്ങളെ ഇളക്കി മറിക്കുകയായിരുന്നു ഇറാന്റെ ലക്ഷ്യം. എന്നാൽ ഒന്നും വിജയിച്ചില്ല എന്ന് മാത്രമല്ല, റഷ്യയും ചൈനയും മുഖം തിരിച്ചതോടെ ഒന്നും മേലാത്ത അവസ്ഥയിലുമായി. ഹോർമിസ് കടലിടുക്ക് തങ്ങളുടെ നിയന്ത്രണത്തിലേക്ക് കൊണ്ടുവന്ന് അതുവഴിയുള്ള കപ്പൽ ഗതാഗതം പൂർണ്ണമായും നിഷേധിച്ചുകൊണ്ട് ഇറാൻ കളത്തിലിറങ്ങിയപ്പോൾ ലോകരാജ്യങ്ങൾ കളത്തിലിറക്കുമെന്ന് ഇറാൻ പ്രതീക്ഷിച്ചു. ഇതിനിടയിൽ ഇറാൻ മിസൈലുകൾ സൈപ്രസ്, അസർബൈജാൻ, തുർക്കി, ഗൾഫ് രാജ്യങ്ങൾ എന്നിവിടങ്ങളിൽ വരെ എത്തി. എണ്ണ സൗകര്യങ്ങൾ, ശുദ്ധീകരണശാലകൾ, പ്രധാന വിതരണ പാതകൾ എന്നിവയൊക്കെ ഈ മിസൈലുകൾ ലക്ഷ്യമാക്കി. ആക്രമണങ്ങൾ ഊർജ്ജവില കുതിച്ചുയരാൻ കാരണമായി. ആഗോള വിപണികളെ അസ്ഥിരപ്പെടുത്തി. പ്രധാന സമ്പദ് വ്യവസ്ഥകൾ പ്രതിസന്ധിയിലാണ്. ഇതിലൂടെ വലിയ മുതലെടുപ്പിനാണ് ഇപ്പോൾ റഷ്യയും ചൈനയും ശ്രമിക്കുന്നത്. ഈ യുദ്ധം പ്രവചനാതീതമായ അപകട സാധ്യതകൾ കൊണ്ടുവരുമെന്ന് യുദ്ധവിദഗ്ധർ പറയുമ്പോൾ മറുവശത്ത് എന്തുകൊണ്ട് റഷ്യയും ചൈനയും തികഞ്ഞ മൗനത്തിൽ? പുടിന് മറ്റ് ചില മുൻഗണനകളുണ്ട്. അതിൽ പ്രധാനം യുക്രൈൻ തന്നെ. അമേരിക്കയുമായി നേരിട്ടൊരു സൈനിക ഏറ്റുമുട്ടലിലേക്ക് പോകുന്നത് റഷ്യയെ സംബന്ധിച്ചിടത്തോളം മടയത്തരമായിരിക്കുമെന്ന് റഷ്യയ്ക്കറിയാം. ഇറാനിലും ഗൾഫ് പരിസരങ്ങളിലുമുള്ള സംഘർഷാവസ്ഥ യുക്രൈൻ റഷ്യ യുദ്ധത്തിൽ നിന്ന് ലോകശ്രദ്ധ തിരിച്ചിരിക്കുന്നു. അതൊരു വസ്തുതയാണ്. അമേരിക്കയുടെയും ഇസ്രായേലിൻ്റെയും സമ്മർദ്ദത്തെ നേരിടാൻ മുൻപ് ഇറാന് സൈനിക ശേഷി വർദ്ധിപ്പിക്കാൻ നിരന്തരം ബീജിംഗും മോസ്കോയും ഒക്കെ പരിശ്രമിച്ചിരുന്നു. എന്നാൽ യുദ്ധം ആരംഭിച്ച് ഇതേവരെ യാതൊരുവിധ ആയുധ ഇടപാടുകളും ഇറാനുമായി റഷ്യയോ ചൈനയോ നടത്തിയിട്ടില്ല. റഷ്യ പലപ്പോഴും ഇറാനെ തങ്ങളുടെ പാശ്ചാത്യവിരുദ്ധ ബന്ധത്തിൻ്റെ ഒരു സ്തംഭമായി പ്രതിഷ്ഠിച്ചിരുന്നു. എന്നാൽ സുന്നി ഗൾഫ് രാജ്യങ്ങളെ പിണക്കാൻ റഷ്യ ആഗ്രഹിക്കുന്നില്ല. സമാനമായ സാഹചര്യമാണ് ചൈനയ്ക്കും. മറുവശത്ത് അമേരിക്കയുമായി ഒരു യുദ്ധത്തിന് യാതൊരുവിധ സാധ്യതയും തുറന്നിടാൻ പുതിനും ആഗ്രഹമില്ല. എണ്ണ സമ്പന്നരായ ഗൾഫ് രാജ്യങ്ങളുമായുള്ള ബന്ധം നിലനിർത്തേണ്ട ആവശ്യകത കൃത്യമായി ചൈനയ്ക്ക് അറിയാം. ഇറാനുമായി അമേരിക്കയും ഇസ്രയേലും യുദ്ധത്തിലേർപ്പെടുമ്പോൾ മറുവശത്ത് ഇതിൻ്റെ ഗുണഭോക്താക്കളിൽ ഒരാളായി റഷ്യ ഉയർന്നു വന്നിരിക്കുന്നു. റഷ്യൻ മിസൈൽ ആക്രമണങ്ങളെ ചെറുക്കാൻ യുക്രൈൻ ആശ്രയിക്കുന്ന നൂതന വ്യോമ പ്രതിരോധ ഇന്റർസെപ്റ്ററുകളുടെ ശേഖരം സംഘർഷത്തിൽ വേഗത്തിൽ ഇല്ലാതാകുന്നു. ഇപ്പോഴിതാ ഗൾഫ് രാജ്യങ്ങളെ സഹായിക്കാൻ വരെ യുക്രൈൻ മുന്നോട്ട് വന്നു. വാൾസ്ട്രീറ്റ് ജേണൽ അടിവരയിട്ട് വ്യക്തമാക്കുന്ന ചില കാര്യങ്ങളുണ്ട്. മിഡിൽ ഈസ്റ്റിൽ ഇറാനിയൻ മിസൈൽ ഡ്രോൺ ആക്രമണങ്ങളിലെ വർധനവ് അമേരിക്കയും സഖ്യകക്ഷികളെയും വലിയ അളവിൽ പാട്രിയറ്റ് മിസൈൽ ഇന്റർസെപ്റ്ററുകൾ വിന്യസിക്കാൻ നിർബന്ധിതരാക്കി. ഇതിനകം തന്നെ ഏറെക്കുറവ് വ്യോമ പ്രതിരോധ സംവിധാനത്തിൽ യുക്രൈൻ നേരിടുന്നു. ഇറാൻ സംഘർഷം രൂക്ഷമാകുന്നതിന് മുൻപ് തന്നെ യുക്രൈൻ ഇന്റർസെപ്റ്ററുകളുടെ കാര്യത്തിൽ വലിയ ക്ഷാമം നേരിട്ടിരുന്നു. US നിർമ്മിത പാട്രിയറ്റ് സിസ്റ്റത്തിൻ്റെ പരിമിതമായ ഉൽപ്പാദനം ഇതിനകം തന്നെ വിതരണത്തെ ബുദ്ധിമുട്ടിലാക്കി. യൂറോപ്യൻ സഖ്യകക്ഷികൾ വർഷങ്ങളായി പാട്രിയറ്റ് വ്യോമ പ്രതിരോധത്തിനായി കാത്തിരിപ്പിലാണ്. ഇത്തരമൊരു സാഹചര്യത്തിൽ യുക്രൈൻ്റെ വ്യോമ പ്രതിരോധ ശൃംഖലയിലുള്ള വിടവുകൾ മുതലെടുക്കാൻ റഷ്യയ്ക്കാവും. റഷ്യയുടെ മിസൈൽ ആക്രമണങ്ങൾ രാജ്യത്തിൻ്റെ പവർ ഗ്രിഡ് ഉൾപ്പെടെയുള്ള നിർണായക അടിസ്ഥാന സൗകര്യങ്ങളെ ഇനി കൂടുതൽ ലക്ഷ്യം വയ്ക്കും. യുദ്ധത്തിൻ്റെ ആദ്യ ദിവസങ്ങളിൽ ഇറാനിയൻ മിസൈലുകളെയും ഡ്രോണുകളെയും ഒക്കെ ചെറുക്കാൻ നിരവധി പാട്രിയറ്റ് വ്യോമ പ്രതിരോധ സംവിധാനങ്ങളെയാണ് ഗൾഫ് രാജ്യങ്ങൾ ആശ്രയിച്ചത്. നിലവിലെ വേഗതയിൽ ആക്രമണങ്ങൾ തുടർന്നാൽ ചില ഗൾഫ് രാജ്യങ്ങൾക്ക് വളരെ കുറച്ച് ദിവസത്തെ ഇന്റർസെപ്റ്ററുകൾ മാത്രമേ ഉണ്ടാകൂ. ഒരു ബാലിസ്റ്റിക് മിസൈലിനെ പ്രതിരോധിക്കാൻ ഒന്നിലധികം ഇന്റർസെപ്റ്ററുകൾ ആവശ്യമാണ്.
പല സന്ദർഭത്തിലും വിജയകരമായ ഇൻ്റർസെപ്ഷൻ ഉറപ്പാക്കാൻ കുറഞ്ഞത് 2 മിസൈലുകളെങ്കിലും വിക്ഷേപിക്കപ്പെടുന്നു. യുക്രൈനെ സംബന്ധിച്ചിടത്തോളം അതിഗുരുതരമായ ക്ഷാമം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. ഒരു വശത്ത് റഷ്യയുടെ നിലവിലെ മിസൈൽ ആക്രമണങ്ങൾക്കൊപ്പം നിൽക്കാൻ മാത്രം പ്രതിമാസം ഏകദേശം 60 PAC-3 ഇൻ്റർസെപ്റ്ററുകൾ ആവശ്യമാണ് അവർക്ക്. ചുരുക്കത്തിൽ ഈ യുദ്ധം റഷ്യൻ ആക്രമണങ്ങളിൽ നിന്ന് സ്വയം പ്രതിരോധിക്കാനുള്ള യുക്രൈൻ്റെ കഴിവിനെ വളരെ ദുർബലപ്പെടുത്തും. യുദ്ധത്തിൻ്റെ തുടക്കത്തിൽ ഇതൊരു 3ാം ലോകമഹായുദ്ധമായി മാറുമോ എന്ന ഭീതി ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നും നമ്മൾ കേട്ടിരുന്നു. എന്നാൽ ഇപ്പോൾ ഇറാനെതിരെ അമേരിക്കയും ഇസ്രയേലും രൂക്ഷമായ തലത്തിലേക്ക് ആക്രമണങ്ങൾ ശക്തിപ്പെടുത്തുമ്പോൾ വെറും കാഴ്ചക്കാരായി മാത്രം നിൽക്കുകയാണ് റഷ്യയും ചൈനയും. ഭൂമിയുടെ അന്തരീക്ഷത്തിൽ നിന്ന് മുകളിലേക്ക് ഉയർന്ന് പിന്നീട് ഖമേനിയുടെ ആരാച്ചാരായി മാറിയ ഒരു മിസൈൽ. ഫെബ്രുവരി 18 അതിരാവിലെ ടെഹ്റാൻ ഉണർന്നത് ആയത്തുള്ള അലി ഖമേനിയുടെ കൊലപാതക വാർത്ത കേട്ടുകൊണ്ട്. ഇറാനിയൻ തലസ്ഥാനത്തിൻ്റെ ഏറ്റവും സുരക്ഷിതമെന്ന് കരുതിയ പാസ്റ്റർ സ്ട്രീറ്റിലെ ഒരു കോമ്പൗണ്ടിലാണ് അദ്ദേഹത്തെ കൊലപ്പെടുത്തിയത് ഇസ്രായേൽ സേന. ഇസ്രായേലി ആക്രമണങ്ങളിൽ ഭയന്ന് കഴിഞ്ഞ കുറേ ആഴ്ചകളിൽ ഭൂരിഭാഗവും ഭൂമിക്കടിയിൽ അഭയം പ്രാപിച്ച 86-കാരനായ പരമോന്നത നേതാവ്. എന്നാൽ ഭൂമിക്കടിയിൽ നിന്ന് പുറമേക്ക് വന്ന് ഏറ്റവും പ്രധാനമായ ഒരു യോഗത്തിൽ പങ്കെടുക്കുമ്പോഴാണ് ആ മിസൈൽ ഖമേനിയുടെ ജീവനെടുത്തത്. ഇസ്രയേലി ഉദ്യോഗസ്ഥരും ഓപ്പറേഷനിൽ പങ്കെടുത്ത മറ്റ് പ്രഗത്ഭരുമൊക്കെ പറയുന്നതനുസരിച്ച് മുതിർന്ന ഇറാനിയൻ നേതാക്കളെ ഇല്ലാതാക്കാനും ഇസ്ലാമിക് റിപ്പബ്ലിക് കമാൻഡ് ഘടനയെ തകർക്കാനും ആസൂത്രിതമായി നടത്തിയ ആക്രമണം. ഒരു രാജ്യത്തിൻ്റെ പരമോന്നത നേതാവിനെ ആക്രമിച്ച് കൊലപ്പെടുത്തിയിട്ടും ഈ വിഷയത്തിൽ പ്രതികരിക്കാൻ റഷ്യ ആദ്യം മിനക്കെട്ടില്ല. ചൈന ഇതേവരെ തങ്ങളുടെ നിലപാട് വ്യക്തമായി അവതരിപ്പിച്ചിട്ടില്ല. ഇപ്പോഴിതാ ഇന്ത്യക്ക് നേരെയും ഒട്ടനവധി വിമർശനങ്ങൾ. അമേരിക്ക ടോർപിഡോ വെച്ച് മുക്കിയത് ഇറാൻ്റെ യുദ്ധക്കപ്പലാണ്. പക്ഷേ ചോദ്യമുനയിൽ ഇപ്പോൾ ഇന്ത്യക്കാർ തന്നെ നിർത്തുന്നത് നമ്മുടെ കേന്ദ്ര സർക്കാരിനെ. ഇറാൻ്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമനേയി വധിക്കപ്പെട്ടപ്പോൾ ഇന്ത്യ ദുഃഖം രേഖപ്പെടുത്തിയില്ല എന്നാണ് ചിലരുടെ കരച്ചിൽ. അതിന് പിന്നാലെ ഇന്ത്യൻ മഹാസമുദ്രത്തിൽ അമേരിക്കൻ മുങ്ങിക്കപ്പൽ ആക്രമണം നടത്തിയപ്പോൾ ഇന്ത്യ കയ്യും കെട്ടി നോക്കി നിന്നു എന്ന മറ്റൊരാക്ഷേപം. ഖമനേയി കൊല്ലപ്പെട്ടത് ഫെബ്രുവരി 28-ന്. ഇന്ത്യ ഔദ്യോഗികമായി പ്രതികരിച്ചത് ഇന്നലെ മാത്രം. ബുധനാഴ്ച രാവിലെ ഇറാന്റെ നാവിക കപ്പൽ US സേന തകർത്തു. രാവിലെ 5-ന് തന്നെ അടിയന്തര സഹായം തേടിയുള്ള അപായ സന്ദേശം ലഭിച്ചിരുന്നു ഇന്ത്യക്കും ശ്രീലങ്കയ്ക്കും. ശ്രീലങ്കൻ നാവികസേനയും വ്യോമസേനയും പെട്ടെന്ന് രക്ഷാപ്രവർത്തനത്തിനെത്തി. എന്നാൽ രക്ഷാപ്രവർത്തനത്തിൻ്റെ വിശദാംശങ്ങൾ പുറത്തു വന്നിട്ടും ഒരു ദിവസം വൈകിയാണ് ഇന്ത്യ രക്ഷാപ്രവർത്തനത്തിന് സ്ഥലത്തെത്തിയത്. വിശാഖപട്ടണത്തിൽ രാജ്യാന്തര ഫ്ലീറ്റ് റിവ്യൂവിൽ പങ്കെടുത്തതിന് ശേഷം ഇറാനിലേക്ക് മടക്കുകയായിരുന്നില്ലേ ഈ കപ്പൽ, നമ്മുടെ അതിഥിയായിരുന്നില്ലേ എന്നൊക്കെയാണ് ചോദ്യങ്ങൾ. എന്നാൽ 25-ാം തീയതി ഇന്ത്യയിൽ നിന്ന് തിരിച്ച ഈ കപ്പൽ എങ്ങനെ അപ്പോൾ തങ്ങളുടെ അതിഥിയാകും എന്ന് ഇന്ത്യ തിരികെ ചോദിക്കുന്നു. കപ്പൽ മുങ്ങുമ്പോൾ ഇന്ത്യ എന്ത് ചെയ്യുകയായിരുന്നുവെന്ന ചോദ്യം ഇന്ത്യയിൽ തന്നെ വിമർശകർ ഉയർത്തുന്നു. അവരൊക്കെ ഇറാൻ പ്രേമികളാണ്. എന്നാൽ അവരോട് തിരികെ ചോദിക്കുന്നത് ഒരൊറ്റ ചോദ്യം: ഇറാൻ്റെ ഏറ്റവും വലിയ സഖ്യകക്ഷികളായ റഷ്യയും മറുവശത്ത് ചൈനയും എന്തുകൊണ്ട് ഇപ്പോൾ യുദ്ധമുന്നണിയിലേക്ക് കടന്നു ചെല്ലുന്നില്ല? കഴിഞ്ഞ ഒക്ടോബർ 20-ാം തീയതി INS വിക്രാന്തിൽ നാവികസേനയ്ക്കൊപ്പം ദീപാവലി ആഘോഷിച്ച് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു, ലോകത്തെ 66% എണ്ണ വിതരണ കപ്പലുകൾ ഉൾപ്പെടെ കടന്നുപോകുന്ന ഇന്ത്യൻ മഹാസമുദ്രത്തിൻ്റെ സംരക്ഷകർ ഇന്ത്യയെന്ന്. ഇന്ത്യൻ ഇറാൻ നാവികസേനകൾ തമ്മിൽ വലിയ ബന്ധത്തിലാണ്. 1990കളുടെ മധ്യത്തിൽ ഇന്ത്യയും US നടത്തുന്ന സംയുക്ത നാവികാഭ്യാസത്തിന് ഇന്ത്യ റഷ്യയിൽ നിന്ന് വാങ്ങിയ കിലോ ക്ലാസ് മുങ്ങിക്കപ്പലും വേണമെന്ന് US താൽപ്പര്യപ്പെട്ടിരുന്നു. എന്നാൽ ഇന്ത്യ അതിന് വഴങ്ങുമോ എന്ന് ഭയന്ന് ഇറാൻ ഇന്ത്യയുമായി ബന്ധപ്പെട്ടു. ഹോർമുസ് കടലിടുക്കിൽ തങ്ങൾ വിന്യസിക്കുന്ന റഷ്യൻ മുങ്ങിക്കപ്പലിൻ്റെ വിവരങ്ങൾ കൈവശപ്പെടുത്താനാണ് US-ന്റെ ശ്രമമെന്ന് ഇറാൻ പ്രധാനമന്ത്രി തലത്തിൽ അറിയിച്ചു. തുടർന്ന് ഇത്തരം മുങ്ങിക്കപ്പൽ നാവികാഭ്യാസത്തിൽ പങ്കെടുക്കേണ്ടതില്ല എന്ന് ഇന്ത്യ തീരുമാനമെടുത്തു. ഇതിനിടയിൽ റഷ്യയുടെ പക്കൽ നിന്ന് എണ്ണ വാങ്ങാൻ ഇന്ത്യക്ക് 30 ദിവസത്തെ ഇളവ് US അനുവദിച്ചു. വെള്ളിയാഴ്ച US ട്രഷറി സെക്രട്ടറി സ്കോട്ട് ബെസന്റ് ഇന്ത്യൻ റിഫൈനറികൾക്ക് റഷ്യൻ എണ്ണ വാങ്ങാൻ 30 ദിവസ ഇളവാണ് പ്രഖ്യാപിച്ചത്. പശ്ചിമേഷ്യയിലെ വർദ്ധിച്ചു വരുന്ന പിരിമുറുക്കങ്ങൾക്കിടയിൽ ആഗോള ഊർജ്ജ വിപണി സുസ്ഥിരമാക്കാൻ US ഭരണകൂടം ശ്രമിക്കുന്നു എന്ന വിശദീകരണവും അവർ പുറത്തിറക്കി. ചുരുക്കത്തിൽ ഈ യുദ്ധത്തിൽ ആത്യന്തിക ഗുണഭോക്താക്കളായി റഷ്യയും ചൈനയും മാറുന്നു. എന്നാൽ ഇന്ത്യ കൈവിടാതെ റഷ്യ മറുവശത്ത് ഈ സന്നിഗ്ധാവസ്ഥയിൽ ഇപ്പോൾ എണ്ണ വിതരണത്തിന് തയ്യാറാണ് എന്നറിയിക്കുന്നു. മറുവശത്ത് ഇന്ത്യക്ക് ഇളവ് നൽകി US-ഉം. ഒറ്റപ്പെട്ടു പോയത് ഇറാൻ തന്നെ. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈറ്റ്.